പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ എസ്റ്റേറ്റിലെ കണ്ടഞ്ചിറയിൽ നിന്നും ഔഷധ സസ്യമായ കുറുന്തോട്ടി കടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BMSന്റെ നേതൃത്വത്തിൽ അഞ്ചൽ വനം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, കള്ളന്മാരെ സംരക്ഷിച്ചാൽ ശക്തമായി പ്രതിഷേധിക്കും. കുറുന്തോട്ടി മോഷ്ടിച്ച കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഫോറസ്റ്റ്, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, കള്ളന്മാരെ സംരക്ഷിച്ചാൽ ശക്തമായി പ്രതിഷേധിക്കും. ടീമിലെ ഉദ്യോഗസ്ഥർ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ? കേസ് എടുത്ത് അതെല്ലാം നിങ്ങൾ അറിയണം. സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ പറയരുത് സാറേ. അതല്ല, ഞങ്ങൾ എല്ലാവരും സാറിന് അറിയത്തില്ല എന്ന് പറയുന്നത് ചെറിയ അഴിമതിയല്ല. അല്ല, ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പാർട്ടി ഒരു ധർണ നടത്തണമെങ്കിൽ ഏത് ഓഫീസാണെന്ന് വെച്ചാൽ അവിടെ അറിയിക്കാം. അതൊരു ചുമതല ഉണ്ടോ? ഇന്നലെ നിസാം സാറിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ. അദ്ദേഹത്തിന് അതല്ല ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ കാണിക്കണോ സാറിനെ? മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമരം നടത്തുന്നുണ്ട്, അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയ അഴിമതി അല്ല ഇത്. ഓയിൽ പാമിൽ കാലാകാലങ്ങൾ നടക്കുന്ന സംഗതി. ഇതിപ്പോ വെളിയിൽ വന്ന് 62,000 രൂപ ഇപ്പം അവിടെ അടച്ചപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം അവിടെ വെളിയിൽ വന്നത്. അപ്പൊ ഇതിനെ കുറ്റക്കാരായിട്ടുള്ളവരെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാര്, ഭരണകക്ഷിയിൽപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് സംരക്ഷിക്കുകയാണ്. അപ്പോഴതിനെ മറന്നു നീക്കിയിട്ട് അവർക്ക് നടപടിയെടുക്കണമെന്നാണ് BMS ആവശ്യപ്പെടുന്നത്. ഓയിൽ പാം കണ്ടഞ്ചിറ തോട്ടത്തിലെ 1-ാം ഫീൽഡിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കാടുവെട്ടിന്റെ മറവിൽ വൻതോതിൽ കുറുന്തോട്ടി ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത സംഭവത്തിൽ അരിപ്പ വഞ്ചിയോട് പട്ടികവർഗ സഹകരണ സംഘം സെക്രട്ടറി വനം വകുപ്പിന് നൽകിയ പരാതിയെ തുടർന്നാണ് കുറുന്തോട്ടിക്കടത്ത് പുറത്തറിയുന്നത്. ഓയിൽ പാമിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥരെ വനം വകുപ്പും ഓയിൽ പാം മാനേജ്മെന്റും ചേർന്ന് സംരക്ഷിക്കുകയാണെന്നും കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുനിൽ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ 20/12/2023 കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള കുറുന്തോട്ടി മോഷ്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ്. ഓയിൽ പാമിന്റെ പൂർണ്ണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ MD അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുറുന്തോട്ടി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത് പുറത്തേക്ക് അറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു. ഇത് ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അവിടുത്തെ അരിപ്പയിലെ ട്രൈബ്യൂണൽ സൊസൈറ്റിയുടെ സെക്രട്ടറി കടമാങ്കോടുള്ള അവിടുത്തെ മായ എന്ന് പറയുന്ന സഹോദരി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ പാം ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കുറുന്തോട്ടി മോഷ്ടിച്ചിട്ട് അവിടെ 3 ഉദ്യോഗസ്ഥരാണ് കുറുന്തോട്ടി മോഷ്ടിച്ച് എന്ന ആരോപണ വിധേയരായി അവിടെ ഇപ്പോൾ നടപടിക്ക് വിധേയമായി എന്ന് നമുക്ക് നവമാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി സംരക്ഷിക്കുന്നു, സംരക്ഷണ വലയം തീർക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന ജോലിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിലെ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് നിത്യേന TV-കൾ നോക്കുമ്പോൾ
സോഷ്യൽ മീഡിയകൾ നോക്കുന്ന സമയത്ത് അഴിമതി കഥകളുടെ ഒരു പെരുങ്കൂമ്പാരം തന്നെ കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘ് ജില്ലാ ട്രഷറർ അഞ്ചൽ സന്തോഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ BMS ജില്ലാ മേഖലാ നേതാക്കളായ കേസരി അനിൽ, ഐലറ സുനിൽ, ആർച്ചൽ ബിജു, ഒറ്റക്കൽ സുരേഷ് മോഹൻ, കുളത്തൂപ്പുഴ ശ്രീകുമാർ, ഭാരതീപുരം പ്രതീഷ്, വിളക്കുപാറ രാധാകൃഷ്ണപിള്ള, പരിവാർ നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ, കുളത്തൂപ്പുഴ രാജൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലാ വിഷൻ, കൊല്ലം.